ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, തിരുസഭയിൽ ഏറ്റവും പുരാതനവും ഏറ്റവും വ്യത്യസ്തത നിറഞ്ഞതുമായ ഒരു ദണ്ഡവിമോചനത്തിനുള്ള അവസരം നമുക്കരികിലെത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 1-ാം തീയതി ഉച്ച മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി അർദ്ധരാത്രി വരെ നീളുന്ന പരിപൂർണ ദണ്ഡവിമോചനത്തിനുള്ള അവസരത്തെ പൊർസ്യൂങ്കള ദണ്ഡവിമോചനമെന്നാണ് തിരുസഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിലൂടെ തിരുസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു പരിപൂർണ ദണ്ഡവിമോചനമാണ് ദി ഗ്രേറ്റ് പാർഡൻ ഓഫ് അസീസി. അസീസിയിലെ മഹത്തായ വിമോചനം, ദണ്ഡവിമോചനം എന്ന പേരിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 1216 ഒരു രാത്രിയിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ദൈവസ്നേഹത്തിൽ ജ്വലിച്ചുകൊണ്ട് പാപം മൂലം നശിച്ചുകൊണ്ടിരുന്ന മനുഷ്യവംശത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. ക്രിസ്തുവിലൂടെ വർഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും മറന്നുകൊണ്ട് നാശത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യാത്മാക്കളെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. തൻ്റെ കൊച്ചുകുടിലിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് പ്രഭാപൂർണനായ ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ടു. മാലാഹ പറഞ്ഞു, ഫ്രാൻസിസ്, വേഗം പൊർസ്യൂങ്കളയിലെ മാലാഹമാരുടെ രാജ്ഞിയുടെ കൊച്ചു ദേവാലയത്തിലേക്ക് ചെല്ലുക. അവിടെ ഈശോയും ദൈവമാതാവും അങ്ങയെ കാത്തിരിക്കുന്നു. ഫ്രാൻസിസ് വളരെ വേഗം പൊർസ്യൂങ്കളയിലെത്തി. സാന്താമിയാനോയിലെ ക്രൂശിത രൂപത്തിൽ നിന്നും എൻ്റെ ആലയം പുതുക്കിപ്പണിയുവിൻ എന്ന് ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിച്ച ഫ്രാൻസിസ് പുതുക്കിപ്പണിത 3 ദേവാലയങ്ങളിൽ ഏറ്റവും ചെറുതും ഫ്രാൻസിസിന് ഏറ്റവും പ്രിയപ്പെട്ടതും ആയിരുന്നു പൊർസ്യൂങ്കളയിലെ മാലാഹമാരുടെ രാജ്ഞിയുടെ ആ കൊച്ചു ദേവാലയം. മാലാഹമാരുടെ ഗാനം പലപ്പോഴും ആട്ടിടയന്മാർ അവിടെ നിന്ന് കേട്ടിരുന്നു. ഫ്രാൻസിസ് ഈശോയെയും മാതാവിനെയും മാലാഹമാരുടെ വൃന്ദങ്ങളോടൊപ്പം അവിടെ കണ്ടു. ഈശോ ഫ്രാൻസിസിനോട് പറഞ്ഞു, ഫ്രാൻസിസ്, ആത്മാക്കളോടുള്ള നിന്റെ സ്നേഹം എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഫ്രാൻസിസ് സന്തോഷത്തോടെ പറഞ്ഞു, ഇവിടെ ഈ ദേവാലയത്തിൽ വന്ന് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ മാമുദീസ സ്വീകരിച്ചവരെ പോലെ എല്ലാ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിതരായി ആ നിമിഷം മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന രീതിയിൽ വിശുദ്ധി പ്രാപിക്കുവാൻ ഇടയായിത്തീരണം. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഈശോയോട് ചോദിച്ച് ഈ അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തരണമേ. പരിശുദ്ധ അമ്മ ഈശോയോട് ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞു, ഫ്രാൻസിസ്, നീ ചോദിച്ചത് വളരെ വലിയ കാര്യമാണ്. എങ്കിലും അതിനേക്കാൾ മഹത്തായ കാര്യങ്ങൾക്ക് നീ അർഹനാണ്. പോയി എൻ്റെ വികാരിയുടെ പക്കൽ നിന്നും നീ ചോദിച്ച കാര്യങ്ങൾക്ക് അനുവാദം വാങ്ങിച്ചു കൊള്ളുക. ദർശനത്തിന് ശേഷം പിറ്റേന്ന് ക്രിസ്തുവിൻ്റെ വികാരിയായ മാർപ്പാപ്പയെ കാണുന്നതിന് വേണ്ടി ഫ്രാൻസിസ് ഒരു സഹോദരനെയും കൂട്ടി അന്ന് പെറൂജിയയിൽ സന്ദർശനത്തിലായിരുന്ന പരിശുദ്ധ പിതാവ് ഹൊണേരിയൂസ് 3-ാമൻ പാപ്പായുടെ അടുത്തെത്തി. ദർശനത്തെക്കുറിച്ചും ഈശോ അനുവദിച്ച പൊർസ്യൂങ്കളയിലെ കൊച്ചു ദേവാലയത്തിലെ പാപകടങ്ങളുടെ മോചനത്തെക്കുറിച്ചും അനുവാദം ചോദിച്ചു. മാർപ്പാപ്പായ്ക്ക് ആദ്യം അത്ഭുതം തോന്നി. കാരണം അന്നുവരെ തിരുസഭയുടെ ചരിത്രത്തിൽ ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ മാത്രമാണ് നൽകപ്പെട്ടിരുന്നത്. മാർപ്പാപ്പ ഫ്രാൻസിസിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. മാർപ്പാപ്പ ചോദിച്ചു, എത്ര വർഷത്തേക്കാണ് ഈ ദണ്ഡവിമോചനം വേണ്ടത്? ഫ്രാൻസിസ് പറഞ്ഞു, എത്ര വർഷത്തേക്ക് എന്നല്ല, ആത്മാക്കൾക്ക് വേണ്ടിയാണ് പിതാവേ ഞാൻ യാചിക്കുന്നത്. മാർപ്പാപ്പ സന്തോഷത്തോടെ അതനുവദിച്ചു. ഫ്രാൻസിസ് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് തിരികെ പോരുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഞാനിത് ഔദ്യോഗികമായി എഴുതി നൽകാം. ഫ്രാൻസിസ് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, അതിൻ്റെ ആവശ്യമില്ല. അങ്ങയുടെ ഈ പ്രഖ്യാപനത്തിലൂടെ ക്രിസ്തുവാണ് ഇത് നിറവേറ്റേണ്ടത്. പരിശുദ്ധ അമ്മയാകുന്ന ചുരുളിൽ ക്രിസ്തു എഴുതിയതാണിത്. മാലാഹമാർ അതിന് സാക്ഷികളാണ്. അതിനേക്കാൾ വലിയ എന്തുറപ്പാണ് നമുക്ക് വേണ്ടത്? അന്നു മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി മധ്യാഹ്ന പ്രാർത്ഥന മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി അർദ്ധരാത്രി വരെയുള്ള സമയത്ത് പൊർസ്യൂങ്കളയിലെ കൊച്ചു ദേവാലയത്തിൽ ഈ ദണ്ഡവിമോചനം നിലവിൽ വന്നു. പിന്നീട് കാലാകാലങ്ങളിൽ വന്ന മാർപ്പാപ്പമാർ ഈ ദണ്ഡവിമോചനത്തെ പുനരംഗീകരിച്ചു തന്നു. ഓഗസ്റ്റ് 5-ാം തീയതി 1481 സിക്സ്റ്റസ് 6-ാമൻ മാർപ്പാപ്പ
എല്ലാ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലേക്കും ഈ ദണ്ഡവിമോചനം വ്യാപിപ്പിച്ചു. ജൂലൈ 12, 1849 ഡിക്രിയിൽ ഇതിനെ പുനരംഗീകരിച്ചുകൊണ്ട് 9-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപനമിറക്കി. പിന്നീട് വന്ന മാർപ്പാപ്പമാർ ഇത് എല്ലാ ഇടവക ദേവാലയങ്ങളിലേക്കും ലോകം മുഴുവനുമുള്ള എല്ലാ ഫ്രാൻസിസ്കൻ സഭകളുടെ ദേവാലയങ്ങളിലേക്കും വ്യാപിപ്പിച്ചു തന്നു. 1967 വത്തിക്കാൻ സൂനഹദോസിന് ശേഷം പോൾ 6-ാമൻ മാർപ്പാപ്പ ദണ്ഡവിമോചനങ്ങളുടെ നിയമസംഹിതകൾ പരിഷ്കരിച്ചപ്പോൾ ഇത് വീണ്ടും പുനരംഗീകരിച്ചു തന്നു. ഈ മഹത്തായ ദണ്ഡവിമോചനം നമുക്ക് ഇങ്ങനെ സ്വീകരിക്കുവാൻ സാധിക്കും. മാലാഹമാരുടെ രാജ്ഞിയുടെ തിരുനാളായ ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഈ ദണ്ഡവിമോചനം തിരുസഭയിൽ അനുവദിച്ചിരിക്കുക. ഓഗസ്റ്റ് 1-ാം തീയതി ഉച്ച മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി അർദ്ധരാത്രി വരെയുള്ള സമയത്ത് ഈ പരിപൂർണ ദണ്ഡവിമോചനം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. അന്നേ ദിവസം നമ്മുടെ ഇടവക ദേവാലയത്തിലോ ഫ്രാൻസിസ്കൻ സഭയുടെ ഏതെങ്കിലും ദേവാലയങ്ങളിലോ പ്രവേശിച്ച് പശ്ചാത്താപത്തോടുകൂടി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പായുടെ നിയോഗത്തിനു വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി കാഴ്ചവെക്കണം എന്നുള്ളതാണ് ഈ ദണ്ഡവിമോചനത്തിൻ്റെ നിബന്ധനകൾ. അന്നേ ദിവസം കുമ്പസാരിച്ചൊരുങ്ങുവാനോ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനോ സാധിച്ചില്ല എങ്കിലും തുടർന്നുള്ള 8 ദിവസങ്ങൾക്കുള്ളിൽ കുമ്പസാരിച്ചൊരുങ്ങുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും ചെയ്താൽ മതിയെന്നതാണ് ഈ ദണ്ഡവിമോചനത്തിന് നൽകിയിരിക്കുന്ന മഹത്തായ ഒരു ഇളവ്. ഈ ദണ്ഡവിമോചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പല പ്രാവശ്യം നേടുവാനാകുമെന്ന് തിരുസഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ാം തീയതി ഉച്ച മുതൽ ഓഗസ്റ്റ് 2-ാം തീയതി അർദ്ധരാത്രി വരെ നീളുന്ന ഈ മഹത്തായ ദണ്ഡവിമോചനത്തിൻ്റെ അവസരം നമുക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് പരിപൂർണമായിട്ടും ഉപയോഗിക്കാം. ഒരു നല്ല ആത്മീയ തുടക്കത്തിന് മാലാഹമാരുടെ രാജ്ഞിയുടെ തിരുനാൾ ദിനം നമുക്ക് പരിപൂർണമായിട്ട് ഉപയോഗിക്കാം. പൊർസിംഗുളായിലെ ഈ പരിപൂർണ ദണ്ഡവിമോചനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഈശോയുടെ സുവിശേഷം നമ്മുടെ ജീവിത നിയമമായി സ്വീകരിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ഈശോയെയും ഈശോയിലൂടെ രക്ഷിക്കപ്പെട്ട ഈ മനുഷ്യവംശത്തെയും പൂർണ്ണമായി സ്നേഹിക്കുവാനും നമുക്കിടയായി തീരട്ടെ.